വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവതിവാക്കളെ, കുട്ടികളെ, കൊച്ചുമക്കളെ, പിശാചുക്കൾ പോലും അവൻ്റെ അധികാരത്തിൽ കീഴ്പ്പെടുന്നത് കണ്ടപ്പോൾ അവരെല്ലാം ജനമെല്ലാം അത്ഭുതപ്പെടുന്നു എന്ന് സുവിശേഷം നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുകയോ ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ പിശാചുകൾ അകന്നു പോകാനും രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പലരും ചെയ്യുന്ന ഡെലിവറൻസ് എന്ന് പറയാറുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലേലിയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ട ഒരു ചേട്ടനാണ്. 60 വയസ്സുള്ള മനുഷ്യനാണ്. ആ ചേട്ടൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ നന്നായിട്ട് പുകവലിക്കും. സാധാ പുകവലിയല്ല, ചേട്ടൻ ഇരുന്ന് വലിക്കുന്ന സ്ഥലം കാണണമെങ്കിൽ പുക ഇങ്ങനെ ചുരുളുകളായിട്ട് മുകളിലേക്ക് പോകും. ഈ സഹോദരനോട് പല പ്രാവശ്യം പറഞ്ഞു, ചേട്ടാ ഈ വലിയൊക്കെ നിർത്തിക്കോ, കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. ചേട്ടൻ നന്നായിട്ട് പള്ളിയിൽ പോകുന്ന, നന്നായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നതാണ്, സ്വരമുയർത്തി ചൊല്ലുന്നതാണ്, മൈക്കില്ലാതെ തന്നെ ഞാൻ പറയുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഈ ഒച്ചയേക്കാളും കൂടുതൽ സൗണ്ടിൽ ആ ചേട്ടൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നതാണ്. നന്നായിട്ട് പാട്ട് പാടും. അല്ലേലിയാ. നന്നായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലും. പക്ഷെ ചേട്ടൻ്റെ ബലഹീനതയാണ് നന്നായിട്ട് പുക വലിക്കുക എന്നുള്ളത്. അല്ലേലിയാ. മറ്റു ബലഹീനത ഉണ്ട്. ചേട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ മദ്യം കിട്ടി ഞാൻ കുടിക്കും. പിന്നെ ഒരു ദിവസം ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടനോട് തളർച്ച തോന്നി. ചേട്ടൻ ഒരു ചായ കുടിക്കാൻ ചെന്നു. ചായ മേടിച്ച് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ചേട്ടൻ കുഴഞ്ഞു വീണു. തൊട്ടടുത്തുള്ള ആസ്പത്രിയിൽ കൊണ്ടുചെന്നു. തൊട്ടടുത്ത് തന്നെ ആസ്പത്രിയുണ്ട്. കൊണ്ടുചെന്ന് അവർ നോക്കുമ്പോൾ ഈ ചേട്ടൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് 3 ബ്ലോക്ക് കാണുന്നു. അല്ലേ വീട്ടുകാരും അവിടെയുള്ളവരൊക്കെ ഓടിയെത്തി. ഏതായാലും അപ്പം തന്നെ 3 ബ്ലോക്കുകൾ മാറ്റി. അപ്പോൾ ആ ചേട്ടൻ ഈ കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇപ്പം പുകവലി ഉണ്ടോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, പുകവലിയെ നിർത്തിയച്ച. പുകവലിയെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനോട് പല ആവർത്തി പറഞ്ഞല്ലേ പുകവലി നിർത്തണം, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ചേട്ടൻ പള്ളിയിലേക്കും പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, ഇത് ശരീരത്തിനെതിരാണ്. അപ്പോൾ ആ ചേട്ടൻ പറയാ, ഇപ്പം ഞാൻ നിർത്തിയില്ല അച്ഛാ. ഇപ്പം നിർത്തിയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ശരീരത്തിലെ രോഗം വന്നു കഴിഞ്ഞു. അല്ലേലിയാം. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കാം. ദൈവകൽപ്പനകളോ ദൈവപ്രമാണങ്ങളോ ആരാധന രീതികളോ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നില്ല, ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കുന്നില്ല. നമ്മളൊക്കെ ലാഘവ ബുദ്ധിയോടെയാണ് ഇത് കാണുന്നത്, ചെറുതായിട്ട് അതിനെ കാണുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ, അതാണ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ദൈവത്തിൽ ജനിച്ച ഒരുവനും ഒരിക്കലും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ അവന് പറ്റത്തില്ല. കാരണം പറഞ്ഞിരിക്കുക, വചനം പറയാണ്, ദൈവിക ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു, ദൈവിക തേജസ് അവനിൽ കുടികൊള്ളുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ ലേഖനങ്ങൾ മറ്റു ലേഖനങ്ങളിൽ വ്യത്യസ്തമാണ്. ഒരു വ്യക്തി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു എന്നാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. പാപം ഉപേക്ഷിച്ച ഒരു വ്യക്തി, പാപമില്ല, അക്രൈസ്തവരൊക്കെയും ഈശോയെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല. ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാപ സാഹചര്യം, പാപക്കുട്ടികൾ മനസ്സിലായപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും യേശുവിനെ സ്വീകരിക്കുന്നതിന് കാരണം പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയാണ്. ക്രൈസ്തവരങ്ങനെയല്ല. മാമോദീസ സ്വീകരിക്കുന്നുണ്ട്,
കുമ്പസാരിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ട് വരുമോ? CCC പറയുന്ന പ്രകാരം 1886 പറയുന്ന പ്രകാരമാണ്, ഒരു വ്യക്തി ദൈവകൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ദൈവം നൽകുന്ന ദൈവിക സ്നേഹം അവന് നഷ്ടപ്പെടുക, ദൈവിക ചൈതന്യം, ദൈവകൃപകൾ അവനിൽ നിന്നും നഷ്ടപ്പെടുക. ഹല്ലേലൂയ. ദൈവിക സ്നേഹവും ദൈവിക ചൈതന്യവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായി? അവന് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്, ഒരു ഞായറാഴ്ച കുർബാന കണ്ടില്ല, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാംസം വർജിച്ചില്ല, അല്ലെങ്കിൽ പെസഹ കാലത്ത് പള്ളിയിൽ പോയി ആരാധന നടത്തിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുമ്പോൾ സഭ പറയുകയാണ്, ഒരു വ്യക്തി ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ അല്ലെങ്കിൽ കൂദാശകൾ തിരസ്കരിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ ചൈതന്യം ഒരു വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപിച്ചിരിക്കുന്ന ചൈതന്യവും സ്നേഹവും അവനിൽ നിന്നും നഷ്ടപ്പെടുന്നെന്ന് മാത്രമല്ല, അവന് നിത്യരക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭ പറയുന്നത്, നമ്മൾ ഒരിക്കലും ശരീരത്തിന് ദോഷകരമായ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. കാരണം എന്താണ്? ശരീരം ആരുടെ? ഈശോയുടേതാണ്. ശരീരം ഈശോയുടെയാണ്. ഹല്ലേലൂയ. പിശാചബാധൻ്റെ അടുത്ത് ഈശോ വരുമ്പോൾ ഈശോയെ കാണുമ്പോൾ അവൻ അലറിക്കൊണ്ട് ഓടി മാറുകയും ചെയ്തു. പിശാച് ഉണ്ടോ? 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 ഉണ്ട്. എന്താ തെളിവ്? ഇതായിരിക്കും തെളിവ്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. മാർപ്പാപ്പ തൻ്റെ ചാക്രിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആഹ്ലാദിച്ചാനന്ദിക്കുക എന്ന പുസ്തകത്തിൽ പറയുന്നത്, അവൻ ദുഷ്ടാരൂപിയല്ല, അവൻ ദുഷ്ടൻ തന്നെയാണ്. സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ മാർപ്പാപ്പ പറയാണ്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അബ്സ്ട്രാക്റ്റ് അല്ല, അവൻ കോൺക്രീറ്റ് ആണ്. അവനുണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ തന്റെ ലേഖനത്തിൽ പറയാണ്, നമ്മൾ ഈ സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിർവീര്യമാക്കാൻ, ഇല്ലാതാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാർപ്പാപ്പ തൻ്റെ ലേഖനത്തിൽ ശക്തമായ ഭാഷയിൽ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ഈ ഹൊറർ സിനിമകൾ, ഡെബിൾ സിനിമ, പ്രേത സിനിമകൾ കാണുന്നവരാണ്. പബ്ജി, ഫ്രീ ഫയർ കളിക്കുന്നവരാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ആസക്തിക്ക് അടിമപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന പ്രകാരമാണ്, പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ സാത്താൻ കയറി നമ്മളിൽ ഭരിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കയറോ? ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. കുറച്ചൊരു അക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്നത്. അവൾക്ക് രോഗമാണ്, ശരീരത്തിൽ രോഗമാണ്. ഇപ്പോൾ അവർ പലരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പാലക്കാട് കൊണ്ടുപോയി, ഇവിടെ ചെർപ്പുളശ്ശേരി ഭാഗത്തു നിന്നുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളെ കോയമ്പത്തൂർ ആസ്പത്രി കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവിടുന്ന് ഈറോഡ് മെഡിക്കൽ കോളേജ് കൊണ്ടു ചെന്നു. അവർ പരിശോധിക്കുമ്പോൾ കൊച്ചിൻ്റെ ശരീരത്തിൽ ഒരു രോഗവും കാണുന്നില്ല. പക്ഷെ പുറത്തിറങ്ങിയാൽ കൊച്ചിന് രോഗം ഉണ്ട്. അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല, പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തിയില്ല, അങ്ങനത്തുള്ള രോഗങ്ങളാണ്. അപ്പോൾ അവർ കൊണ്ടുപോയി അവിടെ ഇടവേലിൽ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ ഇങ്ങനെ വീടുകൾ സന്ദർശിക്കാൻ പോയി, ഇവരുടെ വീട് കയറി ഇവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഈ കൊച്ചിൻ്റെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഒന്ന് വിടട്ടെ, അച്ഛനൊന്ന് ഈ കൊച്ചിനെ പ്രാർത്ഥിക്കാമോ, ഒന്ന് കാണാമോ? ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശുശ്രൂഷയിലേക്ക് വിടുക. കാരണം സൗഖ്യം നൽകുന്നത് അച്ഛനല്ല, സൗഖ്യം ഡെലിവറൻസ് നൽകുന്നത് ഈശോയാണ്. പരിശുദ്ധ കുർബാനയിലും ആരാധനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈശോ ആ കൊച്ചിനെ സുഖപ്പെടുത്തും, സൗഖ്യം നൽകുന്നതാണ്. ഹല്ലേലൂയ. അവർ നേരത്തെ ഇവിടെ വന്നു, ശുശ്രൂഷ പങ്കെടുത്തു. ഞാൻ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ കൊച്ചു കാണുന്ന കാര്യങ്ങളെല്ലാം അവളോട് ചോദിച്ചു കഴിയുമ്പോൾ കാര്യങ്ങൾ ശരിയാണ്, അമ്മയും പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഡെലിവറൻസ് കൊടുക്കുന്ന സമയത്ത് മുറിയിൽ കൊണ്ടുവന്നു. ആ കൊച്ചിന് വേണ്ടി ഞാൻ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൊച്ചു പറയാണ്, എൻ്റെ ഈ ബ്രെയിൻ മുഴുവനും ഇരുണ്ടു പോകുന്നു,
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല. ഒരു നിമിഷം, ഒരു 4-5 മിനിറ്റത്തേക്ക് കൊച്ചു പറയാം, എൻ്റെ ബ്രെയിൻ മുഴുവനും ഇരുണ്ട് പോകുന്നു, കറുത്ത എന്തോ സാധനങ്ങൾ കാണുന്നു, അതിനുശേഷം ശൂന്യമാകുന്നു, വേറൊരു ശക്തി വന്ന് നിറയുന്നു, ഒരു പ്രകാശം വന്ന് നിറയുന്നു. ഹല്ലേലൂയ. അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം അമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൊച്ച് പറഞ്ഞു, ഞാൻ സുഖം പ്രാപിച്ചു. 2, 3, 4, 5 മിനിറ്റ് എടുത്തോളൂ. ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈശോയുടെ വിശുദ്ധ കുർബാന പങ്കെടുത്തു, ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ആ കൊച്ചിനോട് ചോദിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സെല്ലുകളാണ്, ഈ ബാറ്ററിയിലുള്ള സെല്ലുകൾ പോലെ. ഒരു ബാറ്ററിയിലെ സെല്ലുകൾ കേടായി കഴിഞ്ഞെന്നുണ്ടാവും, പിന്നെ ബാറ്ററിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. നമുക്ക് സോളാർ സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നുണ്ട്, സോളാറോ അല്ലെങ്കിൽ ബാക്കപ്പോ ഇൻവെർട്ടറൊക്കെ വയ്ക്കുമ്പോൾ അത് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുക. ആ ബാറ്ററിയുടെ സെല്ലുകൾ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിക്ക് ഒരിക്കലും കപ്പാസിറ്റി ഉണ്ടാവില്ല, പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്രെയിനിലൊക്കെ സെല്ലുകളാണ്. ആ സെല്ലുകളിലേക്ക് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ളതും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതവിടെ സേവ്ഡാകും, അവിടെ മെമ്മറിയിൽ അത് സ്റ്റോറാകും. നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വസ്തുക്കൾ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവും? കയറ്റുന്നതിനനുസരിച്ച് അതിൽ അത് സേവ്ഡ് ആവും. കൂടുതൽ കാര്യങ്ങൾ വന്നാലോ, പുതിയ പിള്ളേർ പറഞ്ഞത് ഹാങ് ആവും, ബ്ലോക്കാവും അല്ലേ? പിള്ളേർ പറയാറില്ലേ, മൊബൈൽ സ്റ്റക്കായി, ഹാങ്ങായി എന്നൊക്കെ പറയില്ലേ? കൂടുതൽ സ്റ്റോറേജിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി ബാധിച്ചു ചെയ്യണം, അല്ലേ? പിന്നെ ടി വിയിൽ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മളെന്ത് ചെയ്യണം? അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ സ്റ്റോറേജ് നമുക്ക് സ്പേസ് കിട്ടുന്നത്, അല്ലേ? അപ്പം നമ്മൾ കാണുന്ന ഈ വസ്തുക്കൾ, നിങ്ങളൊരു 10 വർഷം 15 വർഷം 20 വർഷം മുമ്പ് കണ്ട സിനിമയൊന്നും ഒരു അക്ഷരം വിടാതെ നിങ്ങൾ കൃത്യമായിട്ട് പറയും, അല്ലേ? ഇന്ന് വായിച്ച സുവിശേഷം ഏതാണെന്ന് വെച്ചാൽ തപ്പല് കണ്ടുവരും, അല്ലേ? മാർക്കോസിന്റെ 1:21, അല്ലേ? ഇന്നലെ വായിച്ച സുവിശേഷം ഏതാ? മിനിഞ്ഞാന്ന് വായിച്ച സുവിശേഷം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ എളുപ്പമല്ല, പക്ഷെ സിനിമ കണ്ടിരിക്കാൻ എളുപ്പമാണ്, അല്ലേ? അതാണ് നമ്മുടെ മെമ്മറിയിൽ വന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വന്ന് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പഠിച്ച കാര്യങ്ങളെല്ലാം അത് ബ്ലോക്കായി പോകുന്നത്, അല്ലേ? അത് ബ്ലോക്കായി പോകുന്നത്. അതിനെ നീക്കം ചെയ്താൽ മാത്രമേ നമ്മൾ അതാണ് ഈശോ പറയാണ്, എന്താ? പിശാച് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് യേശുവിനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടുപോകുക, നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ പുറത്തു വന്നു, അല്ലേ? അതുകൊണ്ട് മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പിശാച് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഈ ഹൊറർ സിനിമകളോ ഡബിൾ സിനിമ പ്രേത സിനിമകളോ കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും നിയന്ത്രിക്കാറുണ്ടോ? നിയന്ത്രിക്കാൻ പറ്റുമോ? കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, അത് മതി അവർക്ക്, അല്ലേ? അവർക്ക് ആ സാധനം മതി. ഇവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യൻ, പാലക്കാട്ടുകാരനാണ്, അവനിവിടെ കൊണ്ടുവന്നു. അവനൊരു CIയുടെ മകനാണ്, പാലക്കാടുള്ള CIയുടെ മകനാണ്. അവനോട് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്പോർട്സ് താരമാണ്. പക്ഷേ അവൻ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് അവനെ സസ്പെൻഡ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും മൂക്ക് കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂക്കിനിട്ടിടിക്കും. അവൻ്റെ ഒരു രോഗമാണ് മൂക്കിനിട്ടിടിക്കുക, അല്ലേ? അപ്പം അതുകൊണ്ട് അവൻ 6-7 പിള്ളേരെ മൂക്കിനിട്ടിടിച്ച് അവൻ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പ്രിൻസിപ്പാളിനോട് തന്നെ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഇവനെ സസ്പെൻഡ് ചെയ്തു.
പക്ഷെ അവർ കേസിന് പോയി കഴിഞ്ഞാൽ പിന്നീട് അറിയുന്നത്, കേസിന് പോയി കഴിഞ്ഞാൽ ഇവന് ആ ഭാഗത്ത് ചെല്ലാമല്ലോ, ഇവന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വീട്ടുകാരിവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഞാൻ ഷൊർണൂർ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അവനായിട്ട് സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇങ്ങനെ ബോക്സിങ് ഇങ്ങനെ മൂക്കിലിട്ടിരിക്കണമെങ്കിൽ എന്തുണ്ടാവും, ഇങ്ങനെയുള്ളൊരു വസ്തു ഏതോ അവൻ കാണുന്നുണ്ട്, അല്ലേ? അവൻ കാണുന്നുണ്ട്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു, റെസ്ലിങ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഈ മൂക്കിനിട്ട് ഇടിച്ച് വീഴ്ത്തുന്നതും ചോര ഒലിക്കുന്നതൊക്കെയും കാണാൻ പിള്ളേർക്ക് അത് കണ്ടിരിക്കുക എളുപ്പമാണ്. അപ്പോൾ അവൻ പറഞ്ഞു അത് കാണുന്നുണ്ട്, അത് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അല്ലേ ലിയ? അപ്പോൾ ഞാൻ എത്ര സമയം കാണാം? അവൻ ഓരോ ദിവസം കാണുന്ന സമയം പറഞ്ഞു. ഞാൻ അവനിവിടെ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ആരാധനയിൽ പങ്കെടുത്തു. അന്ന് കുർബാന അത് കഴിഞ്ഞിട്ടാണ്. പ്രാർത്ഥിച്ചു, അവൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ പായി. അവൻ രണ്ടാമത് ഇവിടെ വന്നു. മൂന്നാമത് അവൻ എന്നെ വിളിക്കുന്ന പ്രകാരമാണ്, അവൻ്റെ കേസെല്ലാം സ്കൂളുകാർ അല്ലെങ്കിൽ കുട്ടികൾ 6 പിള്ളേർ പിൻവലിച്ചു. എന്നിട്ട് അവനോട് പഠിച്ചോളാൻ പറഞ്ഞു. എന്നുണ്ടായി? ഇവൻ ആ ചെയ്ത മേഖലയോർത്ത് ഇവൻ അനുദപിച്ചു, ഇവനത് കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ എന്തുണ്ടായി? ഡെലിവറൻസ് കർത്താവ് കൊടുത്തു. ഡെലിവറൻസ് കർത്താവ് കൊടുത്തു. അല്ലേലിയ? അതുകൊണ്ട് യേശു ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തിന്മകൾ ഒഴിവാക്കാനാണ്. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, തന്നോട് കൂടി ആയിരിക്കുവാനും വചനം പ്രസംഗിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനുമായി അധികാരം കൊടുക്കുന്നതിന് വേണ്ടി അവൻ 12 പേരെ തെരഞ്ഞെടുത്തു. 12 പേരെ. അല്ലേലിയാം? തന്നോട് കൂടി ആയിരിക്കുക, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക. അല്ലേലിയാം? കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ചതിന് ശേഷം വചനം പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അധികാരത്തോടു കൂടി പിശാചിനെ ബഹിഷ്കരിക്കുക. അല്ലേലുയാം? കൈകളൊന്ന് ഒരു കൈ ഉയർത്തി പറയും അല്ലേലുയാം. കൈകൾ വീശി പറയും അല്ലേലുയാം. അതുകൊണ്ട് ഫ്രാൻസിസ് മാപ്പ പറയുന്നുണ്ട്, തിന്മയുടെ രാജാവായ സാത്താനെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ശക്തരായിരിക്കണം. നമ്മളല്ല ബഹിഷ്കരിക്കുന്നത്, ഞാനും നിങ്ങളും അല്ല. ബഹിഷ്കരിക്കുന്ന ആരെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നമ്മുടെ മേലുള്ള തിന്മയുടെ ശക്തിയുടെ മേൽ നമുക്ക് വിടുതൽ കർത്താവ് നൽകുന്ന. അല്ലേരിയാം? നിങ്ങൾ ഔസേപിതാവിൻ്റെ പുസ്തകം വായിക്കി. ഔസേപിതാവിൻ്റെ ആത്മീയ ജീവിത യാത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയാം, ഔസേപിതാവിനെ യുവാക്കൾ കൂടിയിട്ട് പീഡിപ്പിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, പിള്ളേർ കൂടിയിട്ട് പണി കൊടുക്കുക. അല്ലേരിയാം? പീഡിപ്പിക്കുമായിരുന്നു. മാത്രമല്ല ഈ ഔസേപിതാവിനെ കള്ളനായിട്ട് ചിത്രീകരിക്കുന്നു. യുവാക്കൾ കയറി അവനെ പീഡിപ്പിക്കുമ്പോൾ അവൻ്റെ അപ്പനിത് കേൾക്കുന്നുണ്ട്. അപ്പൻ കേട്ടിട്ട് ഈ യുവാക്കളെ നേരിടാൻ പോകുമ്പോൾ ഔസേപിതാവ് പറയുന്നൊരു കാര്യം ഇതാണ്, ശാന്തതയോടുകൂടി ഇരിക്കുമ്പോൾ ഈ കള്ളനാണെന്ന് ചിത്രീകരിച്ച വ്യക്തിയുടെ മേൽ ഈ തിന്മയുടെ ശക്തി ചെന്ന് വീഴുകയാണ്. അല്ലേരിയാം? ഔസേപിതാവിൻ്റെ അപ്പൻ ചോദിക്കാമാണ്. നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാരണവരെന്ത് ചെയ്യും? ചോദിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഔസേപിതാവ് പറയാണ്, നമ്മുടെ മേൽ തിന്മ വരുത്തുന്ന ഈ പ്രശ്നം അതിനെതിരെ പ്രതികരിക്കുകയല്ല, അതിനെ എതിർക്കുകയല്ല, അതിനെ തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ നമുക്ക് വേണ്ടി മന്ത്രവാദം ചെയ്തു എന്ന് വിചാരിക്കും. മന്ത്രവാദം ചെയ്തേക്കോ? മന്ത്രവാദം കേൾക്കും, പക്ഷെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മന്ത്രവാദം നിർവീര്യമായി പോകും. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാത്തിനെയും നിർവീര്യമാക്കും. പക്ഷെ ഒരാൾ മന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ കലിപ്പ്, ഏറ്റവും വലിയ എതിരാരായിരിക്കും? മന്ത്രവാദം ചെയ്ത വ്യക്തിയോടായിരിക്കും. അല്ലേലിയാം? ഞാൻ ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറായിരുന്നപ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു സാറ് പറഞ്ഞു, മെയിൻ സാറാണ്. സാറ് പറഞ്ഞു, അച്ഛനെ കാണിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു, അച്ഛനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. നമുക്കന്ന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ സാറും കൂടെ പറ്റിയെന്ന് പറഞ്ഞു. അല്ലേലിയാം? അതറിയാവുന്ന എൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു,
അച്ഛൻ സൂക്ഷിക്കണം, അച്ഛനെ തല്ലാനായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെയാണ് പറഞ്ഞത്. അച്ഛനെ കാണിച്ചു തരാം, അച്ഛനെ കൊന്നു കളയുന്ന പറഞ്ഞിരുന്നത്. അല്ലേ നമ്മൾ കൊല്ലലെന്താ? അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു, അച്ഛനെതിരെ ഒരാൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അച്ഛൻ ശ്രദ്ധിക്കണം. അച്ഛൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തിയെ എല്ലാ ദിവസവും അനുഗ്രഹിച്ച് ഞാൻ ഈ മനുഷ്യന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ എന്തുണ്ടാവും? ഈ എഫക്റ്റ് ചെന്ന് ഈ മനുഷ്യൻ്റെ മേൽ അടിച്ചു. ഈ മനുഷ്യൻ്റെ മൂത്രസഞ്ചിക്ക് പ്രോബ്ലം വന്നു. ഈ മനുഷ്യൻ എൻ്റെ സ്റ്റാഫാണ്, ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ സാറേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എന്താ പറ്റിയ സാറേ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഒരു രോഗം പിടിപെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ മുറിപ്പെടുത്തുന്ന, നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം അവനെ കുടികൊള്ളുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം അവനെ കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ചൈതന്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ശത്രുവല്ല. അല്ലേലിയ, നമ്മൾ മിത്രമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 10-11 തിരുവചനത്തിൽ പറയാൻ, നിന്നെ ദ്വേഷിക്കുന്നവൻ, നിന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവൻ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യമായി തീരും. നമ്മുടെ മേലെ ആരെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയല്ല, അത് തിന്മയാണ്, ഒരു അന്ധകാര ശക്തിയാണ് അതിലൂടെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം, ദൈവകൽപ്പനകൾ അനുസരിക്കണം, കൂദാശകൾ സ്വീകരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അതുപോലെ തന്നെ വെള്ളിയാഴ്ച മാംസം വർജിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു തിന്മയുമല്ല. ഈശോ പറയാണ്, മൂന്നാമത്തെ കാര്യം ഇതാ, പൗരോഹിത്യം നൽകുന്ന ഒരു കാര്യം ഇതാണ്. എന്താ? പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് അധികാരം നൽകാനായിട്ട് അവൻ 12 പേരെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ സെമിനാരി പഠനത്തിൻ്റെ ഇടയ്ക്ക് വെക്കേഷൻ വരുമ്പോൾ ഈ വല്യമ്മച്ചിമാർ ചോദിക്കാറുണ്ട്, എന്താ നിയമം ചോദിക്കുന്നതെന്നാ, ഏത് സമയത്താണ് പിശാചിനെ പിടിക്കാൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്നത്? സെമിനാരിയിൽ അങ്ങനെ ഒരു പഠനമില്ല. ഹല്ലേലൂയ. ഏത് സമയത്താണ് പിശാചുകളെ പിടിക്കുന്ന ചില അച്ഛന്മാരെ നമ്മൾ വിളിക്കാറുണ്ട്, പിശാചുകളെ പിടിക്കുന്ന അച്ഛന്മാരെന്ന് വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് പൗരോഹിത്യം സ്വീകരിക്കുന്നതിൽ ആ പൗരോഹിത്യത്തോടു കൂടി കിട്ടുന്ന മൂന്നാമത്തെ അധികാരമാണ് പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി അവൻ 12 പേരെയും പ്രത്യേകം തിരഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സമാന്തര സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 35-36 തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോകുക. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരെയും നടുവിലേക്ക് അവനെ തള്ളിവിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം വിട്ടുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയാണെന്ന്, യേശു അവനെ ശാസിച്ചു. യേശുവിനെ ശാസിച്ചു, ബഹിഷ്കരിക്കുക, ശാസിക്കുക, നിർവീര്യമാക്കുക. ഹല്ലേലൂയ. ഏതാ? പാതാളത്തിലേക്ക് അവനെ പറഞ്ഞയക്കുക. യേശുവിനെ ശാസിച്ച് പറഞ്ഞു, മിണ്ടരുതെന്ന് പറഞ്ഞു, അവനെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെ നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്. ഇവൻ ഈ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. ഒരു അമ്മച്ചി ഭർത്താവ് മദ്യപാനം നടത്തി വരുമ്പോൾ ആ മദ്യപാനം നടത്തുന്ന ഭർത്താവിനെതിരെ അമ്മ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ടിങ്ങനെ പറയുമായിരുന്നു, ഈ മനുഷ്യനെ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കരുത്. കൊച്ചു ജനിച്ച് ഒരു വയസ്സായപ്പോൾ കൊച്ചു പറയാണ്, എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പന് എന്തെങ്കിലും ഭക്ഷണത്തിൽ എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്കാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
അമ്മയുടെ ഉള്ളിലുള്ള എതിർപ്പ് എവിടെ എത്തിയെന്ന് വെച്ചാൽ ആരിലെത്തി? കൊച്ചിലേക്ക് എത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് മദ്യപാനികളായ മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, അവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പറഞ്ഞാൽ ആ തിന്മ അവരിൽ നിന്നും വിട്ടുപോകും. ഹല്ലേലൂയ. അപ്പം നമ്മൾ എതിർക്കുന്നത് കണ്ടാൽ നമ്മുടെ കൂടെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? വക വരുത്താൻ വേണ്ടി നോക്കും. വേറൊരു കൊച്ച് ചെയ്ത അഭിപ്രായമാണ്. 1.5 വയസ്സുള്ളൂ. ആ കൊച്ച് എപ്പോഴും പറയും, അപ്പച്ചൻ മദ്യം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ പറയണേ, കൊച്ച് അമ്മൂമ്മ ഇങ്ങനെ ടി വി വെച്ച് കാണിക്കുമ്പോൾ പറയും, യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ചൻ്റെ മദ്യപാനശീലം വിട്ടുപോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ചൻ്റെ മദ്യപാനശീലം വിട്ടുപോട്ടെ. കൊച്ചിങ്ങനെ പറഞ്ഞിട്ട് കുരിശു വരയ്ക്കും. കാരണം എന്താ? കൊച്ചു ടി വിയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മദ്യപാനശീലം വിട്ടുപോകാൻ വേണ്ടി അച്ഛന്മാരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനശീലം വിട്ടുവിട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പുകവലി ശീലം വിട്ടുവിട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ കൊച്ചിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കൊച്ച് ഈ അപ്പൻ മദ്യപാനം നടത്തി വരുന്നത് കുട്ടികൾക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല, സഹിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹമുള്ളൊരു മകനാണെങ്കിൽ അപ്പൻ മക്കൾക്ക് കൊടുക്കേണ്ട മാതൃക എന്ന് പറയുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. സ്നേഹമാണ്, സന്തോഷമാണ് കുടുംബത്തിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് മക്കൾ ഈ മേഖല വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വിശുദ്ധി പ്രാപിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു 55-60 വയസ്സാകുമ്പോൾ മദ്യപാനം നിർത്തും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ കാരണവർ മദ്യപാനം നിർത്തുമ്പോൾ മക്കൾ തുടങ്ങും. ഇറ്റ്സ് ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ട് വരും. ഒരു ഹിന്ദു എക്സൈസ് ഇൻസ്പെക്ടർ ക്ലാസ് എടുക്കാൻ വന്നു. ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പാരമ്പര്യമാണ്, ഹെറിഡിറ്ററിയാണ്, ഇത് തലമുറയിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അപ്പൻ ഒരു 55, 60, 65 വയസ്സാകുമ്പോഴേക്കും മദ്യപാനം നിർത്തുമ്പോഴേക്കും മകൻ മദ്യപാനം തുടങ്ങിയിരിക്കും. അമിതമായ മദ്യപാനമാണെങ്കിൽ അത് പ്രമാണ ലംഘനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൊച്ചു പറയാണ്, കൊച്ചി ടി വിയിൽ കണ്ടിട്ട്, കർത്താവേ അപ്പച്ചൻ്റെ മദ്യപാന ശീലം വിട്ടുപോട്ടെ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അപ്പം മദ്യപാനം നടത്തരുതെന്ന. ഒരു ഇടവകയിലിരിക്കുമ്പോൾ ഇടവകയിൽ വീട് വെഞ്ചിരിപ്പിനുമാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണിയാണ്. ഭയങ്കര ഒരു മലയാണ്. മലയിലിങ്ങനെ വീട് വെഞ്ചരിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ചേട്ടനെ കാണുന്നില്ല. യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, നീ ആ വക്യോൽത്തൂരിൻ്റെ ഉള്ളിൽ ചെന്നാൽ മതി, അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരിപ്പുണ്ട്, അത് നീ എടുത്തോ, പക്ഷേ എല്ലാം നീ തീർക്കരുത്, കഴിക്കണം എന്നല്ല, നീ എല്ലാം തീർക്കരുത്, എനിക്കും വേണ്ടി വെക്കണം. എൻ്റെ കൂടെ വന്ന പ്രസിഡൻ്റ് ആയതുകൊണ്ട് വീട് വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ സംസാരം കേട്ടത്? തീർക്കരുതെന്ന് പറയുന്നുണ്ട്, എനിക്കും വേണ്ടി വെക്കണം എന്ന് പറയുന്നത്. മകനോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇത് അച്ഛൻ അറിയണ്ടെന്ന് പറഞ്ഞു. ഇത് അച്ഛൻ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് പ്രസിഡൻ്റായിട്ട് നമ്മുടെ കൂടെ പോരുന്നത്. അപ്പോൾ ഈ മനുഷ്യരുടെ ഞാൻ തമാശ പറഞ്ഞ് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാണ്, അച്ഛാ ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ 20 കിലോമീറ്റർ അകലെയാണ്. ഞാനിപ്പോൾ ബൈക്ക് ഓടിച്ചാൽ പോയി മേടിച്ചുകൊണ്ട് വരുന്നത്. ഞാനപ്പോൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ഈ വക്യോൽത്തൂരിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് ഇത് ഞാൻ അവിടുത്തെ കുടിക്കും. അപ്പോൾ അവനും മദ്യപാനം ഇത് കണ്ടു. അപ്പോൾ അവനും കുടിച്ചു തുടങ്ങി. അപ്പോൾ അവൻ ഇത് ചോദിച്ചു, എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചത് തെറ്റല്ലേ ഏട്ടാന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ചേട്ടൻ പറഞ്ഞു, ഞാനൊരു 55-60 വയസ്സാകുമ്പോൾ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ബിവറേജ് കോർപ്പറേഷനിൽ പോയിട്ട് മദ്യം മേടിക്കണമെങ്കിൽ എൻ്റെ മകൻ മദ്യപാനം പഠിച്ചിരിക്കണം. ആ അപ്പനെ നമ്മൾ എന്താ പറയേണ്ടത്? ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുന്നത് വിശ്വാസി എന്നാണ്, അല്ലേ? വിശ്വാസി. ലോകം പോകുന്നത് 2 ശക്തികൾ മേലാണ്. ലോകം പോകുന്നത് 2 ശക്തികളാണ്, പൈശാചികമായ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. കൊച്ചു കുട്ടികളെ കൊന്ന് ബാഗിലൂടെ കൊണ്ടുവന്ന് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ? ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ കൊല്ലാൻ പറ്റുമോ? ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. ഇന്ന് പൈശാചിക. അതുകൊണ്ട് ഈശോ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വിശദീകരിക്കണം. 3 മേഖലയിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ആദ്യത്തെ യുദ്ധം ചെയ്യുന്നത് ഏതിനോടാണെന്ന് വെച്ചാൽ ലോകത്തോടാണ് യുദ്ധം ചെയ്യുന്നത്.
ലോകത്തോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തിലെ വസ്തുക്കൾ നമ്മൾ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. മാർപ്പാപ്പ പറയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ലോകത്തിലെ വസ്തുക്കൾ ഒരാളെ ആകർഷിക്കുന്നത്. ഹല്ലേലൂയ. അതെന്താ? ഒന്ന് കണ്ണ്. കണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താ? കണ്ണെടുക്കില്ല. ഇഷ്ടപ്പെട്ട വസ്തുവാണെങ്കിൽ പിന്നെ കണ്ണെടുക്കാൻ പറ്റില്ല. പിന്നെന്തായിരിക്കും? കണ്ണ്. ചെവി. കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും 3 കുട്ടികൾ ഏതൊരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് കൊറിയയിലേക്ക് പോയി. ട്രെയിൻ വഴി കൊറിയയിലേക്ക് പോയി. 14,000 രൂപ. ആരെങ്കിലും വായിച്ചവരുണ്ടോ? 3 പെൺകുട്ടികൾ 14,000 രൂപ ഉണ്ടാക്കി. എന്നിട്ട് ട്രെയിനിൽ പോയിട്ട് ചെന്നൈയിൽ വെച്ച് ട്രെയിൻ മിസ്സായിപ്പോയി. കൊച്ചങ്ങളിവിടെ കൊണ്ടുവന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ 14,000 ഒരു ദിവസം അവർ ലോഡ്ജിൽ താമസിച്ചു. അതിനുശേഷം ഈ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ട്രെയിൻ മിസ്സായിപ്പോയത്. അതിനെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇരിക്കുന്നുണ്ട്. പോലീസ് ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടികൾ കേരളത്തിൽ നിന്ന് വന്നതാണ്. ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ കപ്പൽ വഴി കൊറിയയിലെത്താൻ വേണ്ടിയാണ്. അതായത് BTS എന്ന് പറഞ്ഞ എന്തൊരു സാധനമുണ്ട്, കൊറിയൻ ബാൻഡിൻ്റെ സാധനമാണ്. അവിടെ എത്താൻ വേണ്ടി 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുള്ളൂ ആ കുട്ടികൾ. 14,000 രൂപ. ഈ 14,000 രൂപ എവിടെ നിന്നായിരിക്കും? വീട്ടിൽ നിന്നായിരിക്കും. 14,000 രൂപ എടുത്തിട്ട് ഈ കുട്ടികൾ BTS കേൾക്കുന്നത് ചെവിയിലൂടെ കേൾക്കുന്നത് അല്ലേ? ചെവിയിലൂടെ, അല്ലെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം. കാണുമ്പോൾ കണ്ണ് അശുദ്ധമായിട്ട് തീരുക, കേൾക്കുമ്പോൾ ചെവി അശുദ്ധമായി തീരുക. അല്ലേലിയാ. പിന്നെന്താ? നാവ് അല്ലേ? നാവ്. ത്വക്ക്. പിന്നെ മൂക്ക്. അല്ലേലിയാ. പഞ്ചേന്ദ്രിയ 6 ഇന്ദ്രിയേന്ദ്രിയങ്ങളുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ മിസ്യൂസ് ചെയ്യപ്പെടുക. അതുകൊണ്ട് മാർപ്പാപ്പ പറയാണ്, ഈ ഇന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വിശുദ്ധീകരിക്കണം. അല്ലേലിയാ. നമ്മൾ വരെ കണ്ണുകൊണ്ടല്ലേ, ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണ് ശുദ്ധമാണ്. കണ്ണ് അശുദ്ധമായാൽ ശരീരം മുഴുവനും അശുദ്ധമായി. അപ്പം കണ്ണിലൂടെ ഒരു പാപം ശരീരത്തിലേക്ക് വന്നാൽ അത് ശരീരത്തെ മലിനപ്പെടുത്തുന്നു. ചെവിയിലൂടെ ഒരു വസ്തു നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ചെവി വഴിയായിട്ട് എന്തുണ്ടാ? നമ്മുടെ ശരീരം അശുദ്ധമാകും. നാവ് വഴി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ലോകത്തോടുള്ള യുദ്ധം നമ്മൾ നടത്തണം. അത് പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണ്, വായ, നാവ്, ത്വക്ക്, ചെവി, മൂക്ക് എന്നിവയിലൂടെ ലോകം നമ്മെ ആകർഷിക്കുന്നു. പലപ്പോഴും ലോകത്തിൻ്റെ ആകർഷണം നശ്വരവും അപകടകരമാണ്. അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, നാവ്, ത്വക്ക്, മൂക്ക്, ചെവിയിലൂടെ വരുന്നത് എന്തിനെ ബാധിക്കുന്നു വെച്ചാൽ മാർപ്പാപ്പ പറയാണ്, അത് ബുദ്ധിയിലും ഓർമ്മയിലും ചിന്തയിലും കയറി മനസ്സമാധാനം സന്തോഷവും നശിപ്പിക്കുന്നു. അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സമാധാനം സന്തോഷവും എന്താ നശിപ്പിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ നമ്മുടെ പ്രവേശിച്ച് എന്ത് ചെയ്യുക? അത് ബുദ്ധിയിലും ഓർമ്മയിലും ചിന്തയിലും കയറുന്നു. അങ്ങനെയാണ് മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെടും. അല്ലേലിയ. അല്ലേലിയ. അല്ലെ? വീണ്ടും മാർപ്പാപ്പ പറയാണ്, അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അമിതമായ ധനമോഹവും സ്ഥലങ്ങളോടും സ്ഥാനമാനങ്ങളോടും ആകർഷവും നമ്മുടെ അത് നമ്മളെ പ്രലോഭിപ്പിക്കും. അല്ലേലിയ. ഒരു വസ്തു കാണുന്നതുകൊണ്ട് അത് മേടിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരുന്നു. അല്ലേലിയ. അല്ലേലിയ. അതുകൊണ്ട് മാർപ്പാപ്പ പറയാണ്, ഈ വസ്തുപദാർത്ഥങ്ങൾ, ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ നിഗനിക്കണം, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. എന്നിട്ട് പറയാണ്, വീണ്ടും പറയാം, അവരെക്കുറിച്ചുള്ള ആകാംക്ഷയും ആഗ്രഹവും ആസ്വാദനവും എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ഉത്കണ്ഠയും അസമാധാനവും നിരാശയും അസന്തുഷ്ടിയും നമ്മെ അലട്ടുന്നു. അല്ലേലിയ. ഇത് ആത്മീയ മേഖലയെ നമ്മൾ ഇല്ലാതാക്കും. ഈ വക ലോകത്തിൻ്റെ ആകർഷണങ്ങളോട് മാത്രം നാം യുദ്ധം ചെയ്താൽ പോരാ എന്ന് പിന്നീട് മാർപ്പാപ്പ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് ശരീരത്തോട് നമ്മൾ യുദ്ധം ചെയ്യണം. ആദ്യത്തേത് ലോകത്തോട് യുദ്ധം ചെയ്യണം. അല്ലേലിയ. അല്ലേലിയ. ആദ്യകാലങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. ഇപ്പം എന്താ? കടകളിലെല്ലാം ഡയമണ്ട് ആയി കഴിഞ്ഞു. അല്ലേലിയ. അല്ലേലിയ. ഡയമണ്ട് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ
സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് ലോകത്തുള്ള ആകർഷണം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. രണ്ടാമത് പറയാണ്, മാർപ്പാപ്പ പറയാണ്, ആത്മീയ യുദ്ധം ചെയ്യേണ്ട ഒരു മേഖലയാണ് ശരീരത്തോട്. അതുകൊണ്ടാണ് പറയണ, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന നാവിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. ഹല്ലേലൂയ. അവിടെ പറയുന്ന പ്രകാരമാണ് യുദ്ധം ചെയ്യുന്ന രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ശരീരമാണ്. അവിടെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് മടി, കോപം, കാമം, അസൂയ, അമിത ഭോജനം, അമിത ഭാഷണം. ഹല്ലേലൂയ. ഞാൻ തന്നെ ഈ പുസ്തകം ഒരു 8-10 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായിട്ടുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ ടി വി ഇരുന്ന് കണ്ടാലോ, എല്ലാ ദിവസവും സീരിയൽ കാണാണ്, കുടുംബത്തെ ശല്യം ചെയ്യുന്ന സീരിയൽ കാണാൻ, അമ്മായിയമ്മയും മോളും കൂടി ഇരുന്ന് കാണുന്നത്, അമ്മായിയമ്മയും മരുമോളും കൂടി ഇരുന്ന് കാണുന്നത്. വഴി കൂടോ 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 കൂടും, കൂടിയിരിക്കും. കാരണം എന്താ? അതിൽ കേൾക്കുന്നത് ഈ മൈൻഡിലേക്ക് വരാണ്, ഓർമ്മയിലേക്ക് വരാം. ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താവും? ചെയ്യും. അല്ലല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയും ചേട്ടൻ്റെ ഭാര്യയും കൂടി ഇത് കാണും. ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു പരിപാടി നിർത്താൻ പറഞ്ഞു. കാരണം എന്താ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തല്ലുകൂടാ. മരുമകളും അമ്മയമ്മയും ചേരുന്ന വ്യക്തികളല്ല. ആരാ കാണിച്ചു തരുന്നത്? സീരിയലാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ടി വിക്ക് പറയുന്നത് സാത്താൻ്റെ പേടകം എന്നാണ് പറഞ്ഞത്. നല്ലവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, വാർത്ത കാണാം. പക്ഷേ 24 മണിക്കൂറും ഒരു കുടുംബത്തിൽ ചേച്ചി പറഞ്ഞത് ഇപ്രകാരം, മരുമോള് പറഞ്ഞത്, അമ്മ 24 മണിക്കൂറും ടി വി വെച്ചുകൊണ്ടിരിക്കും. ഉറങ്ങാണെങ്കിലും ടി വി വേണം, ഉറങ്ങാണെങ്കിലും ടി വി വേണം. അല്ലെ, ടി വി ഓഫ് ചെയ്യില്ല. അല്ലേ? പിള്ളേർ അമ്മ പ്രാർത്ഥിക്കുന്നില്ല, പിള്ളേർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സൗണ്ട് കൂട്ടി വയ്ക്കും. അപ്പം ഏതാ ആത്മാവായിരിക്കും? ഏതാ ആത്മാവായിരിക്കും? പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സൗണ്ട് കൂട്ടി വയ്ക്കും, പ്രാർത്ഥന നിർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. അല്ലേ? അതുകൊണ്ട് ശരീരത്തോട് അലസത എന്ന് പറയുന്നത് പാവമാണ്. അലസതയുള്ള ഭവനത്തിൽ, അലസതയുള്ള വ്യക്തികളിൽ പിശാച് കുടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ പറയണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരോടെ യുദ്ധം ചെയ്യണം? പിശാചിനോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാണ്, അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവം ഇറങ്ങി വരും, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. അതുകൊണ്ടാണ് പറയണത്, നിന്നെ ദ്രോഹിക്കുന്നവരെ നീ അന്വേഷിക്കുക, കണ്ടതില്ല. നിന്നെ പീഡിപ്പിക്കുന്നവനെ അന്വേഷിക്കുക, നീ അവനെ കണ്ടുപത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ 11-12 തിരുവചനത്തിൽ പറയാണ്, നിന്നെ ദേശിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്, ആദ്യത്തെ തലം ഏതാണ്? ലോകത്തോടുള്ള യുദ്ധം നമ്മൾ നടത്തണം. ലോകത്തോട്, അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. രണ്ടാമത് ശരീരത്തോട് നമ്മൾ യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ ശരീരത്തോട് അമിത ഭോജനം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അല്ലേ? ആണോ? ഭക്ഷണത്തോടുള്ള ആസക്തി. ഇന്ന് കേരളത്തിൽ, ലോകത്തിൽ എത്രമാത്രം ഭക്ഷണമുണ്ടോ അത് കിട്ടുന്നൊരു സ്ഥലമാണ് കേരളം. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേർ, ഭൂരിഭാഗം പിള്ളേരും ഏത് ഭക്ഷണത്തിനാണ് അടിമയെന്ന് വെച്ചാൽ മാംസത്തിനാണ്. എല്ലാ ദിവസവും മാംസമുണ്ട്. അത് അൽഫാം, കുഴിമന്തി, ഷവർമ, ദം ബിരിയാണി, അറേബ്യൻ ഭക്ഷണങ്ങളോടാണ് ഏറ്റവും ഉള്ള ആസക്തി. അറേബ്യൻ ഭക്ഷണങ്ങളോട്. ഒരച്ഛൻ ഒരു ഇടവകയിൽ അറിയാതെ പറഞ്ഞു പോയി. ആൾക്കാർ ചോദിച്ചു. അല്ലേ? അച്ഛൻ പിന്നീട് അറിയുന്നത് ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം സഭ ഇറക്കിയിരുന്നു. ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അറേബ്യൻ ഭക്ഷണങ്ങൾ നമ്മുടെ യുവതിവാക്കൾക്ക് കൊടുത്ത് അവിടെ അമിതമായ ഭക്ഷണത്തിലേക്ക്, ആസക്തിയിലേക്ക് നയിച്ച് അവിടെ ക്രമം നഷ്ടപ്പെടുത്തുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ
8-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പോയി നമ്മുടെ യുവതിവാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇഫ്താറുകൾ, അവരുടെ നോമ്പറക്കളിൽ അങ്ങനെ പങ്കെടുക്കാറുണ്ട്. ചെയ്യാൻ പാടില്ല. വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ ഇപ്പം നമുക്കറിയാം, ദുബായിൽ ഞായറാഴ്ച അവധി ദിവസമായി, വെള്ളിയാഴ്ച മാംസം വർജനമായി. ആദ്യകാലങ്ങളിൽ അവിടെ നിന്ന് വരുന്ന പിള്ളേരോട് ചോദിക്കുകയും അവിടെ നിന്ന് ഇറച്ചി കഴിക്കാൻ പാടില്ലാത്ത ദിവസം ബുധനായിരുന്നു. ഏത് രാഷ്ട്രത്തായാലും അവിടെ സഭയുണ്ടെങ്കിൽ ആ സഭ ഒരു ദിവസം മാംസം വർജിക്കാൻ നിർബന്ധമായിട്ട് പറയും. എന്തിനാണെന്ന് വെച്ചാൽ സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ രാജാവ് ആരാണെന്ന് വെച്ചാൽ പിശാചാണ്. സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ മധ്യസ്ഥൻ ആരാണെന്ന് വെച്ചാൽ പിശാചാണ്. ഭക്ഷണത്തെ നിയന്ത്രിക്കാതെ, ഭക്ഷണത്തെ ക്രമീകരിക്കാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ അത് മറ്റൊരു മതത്തിൻ്റെ ആചാരപ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവന് സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ അത് ക്രൈസ്തവരായ നമുക്കത് സ്വീകാര്യമല്ല. കാരണം എന്താ? അമിത ഭോജനം മാർപ്പാപ്പ പറയാണ് പാപമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മറ്റൊരു ആചാരപ്രകാരമുള്ള ഭക്ഷണപദാർത്ഥം നമുക്കൊരു പാപമാണ്. കാരണം ഭക്ഷണം അമിതമായിട്ട് കഴിച്ചാൽ മാർപ്പാപ്പ പറയാണ് നമ്മൾ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പയ്യനെ ഇവിടെ കൊണ്ടുവന്നു, അവനെ രാജഗിരി, അസ്ട്രം മെഡിസിറ്റി എന്നീ സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവൻ്റെ അസുഖം മാറുന്നില്ല. അതുകൊണ്ട് ഒരു അച്ഛൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അവനെ 2 തവണ കണ്ട് പ്രാർത്ഥിച്ചു. ഒരു വീട്ടുകാർ അപ്പനും അമ്മയും വന്നു. അവരുടെ രീതി ഇങ്ങനെയാണ്, ഓരോ ദിവസവും കുട്ടികൾ, കാരണം നമ്മുടെ വീട്ടിലാകെ 1 or 2 ഉണ്ടാവുള്ളൂ. 1 ഉള്ളെങ്കിൽ അതിനെന്ത് ചെയ്യും? ഉത്തരത്ത് കയറ്റി വെച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. താഴെ വെച്ചാൽ ഉറുമ്പായിരിക്കും, വല്ല പട്ടിയോ അല്ലെങ്കിൽ പുലിയോ. അതുകൊണ്ട് അവനെന്ത് എല്ലാ ഭക്ഷണം മേടിച്ചു കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു 4-5 പിള്ളേർ, എൻ്റെ വീട്ടിൽ 6 പിള്ളേരുണ്ടായി. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാളെ എതിർത്ത് പറഞ്ഞ് നീ പൊക്കോളം പറയും. ഇപ്പോഴത്തെ കാലത്ത് ഒരു കൊച്ചിനോട് ദേഷ്യപ്പെട്ട് പറയും, അവൻ പറയും ഞാൻ പുറപ്പെട്ടു പോകുമെന്ന് പറയും, വീട് വിട്ടു പോകുമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ്റെ കാലേ കയ്യെ അപ്പനും അമ്മയും പിടിക്കുകയാണ്. ആദ്യത്തെ കാലത്ത് എന്താണ്, പിള്ളേർ അപ്പൻ്റെ കാലും കയ്യും പിടിക്കുകയാണ്. പോരുതെന്ന് പറയണം. ഹല്ലേലൂയ. പോവരെന്ന് പറയും. ഹല്ലേലൂയ. ഇവൻ്റെ വീട്ടിൽ ഇവർ 2 ആൾ, ഒരാണും ഒരു പെണ്ണും, ചേച്ചിയുണ്ട്, അനിയനുണ്ട്. എല്ലാ ദിവസവും അപ്പൻ്റെ ഒരു ജോലി ഇതാണ്, മാർക്കറ്റിൽ കടകളിൽ നിന്ന് ഓരോ ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് പിള്ളേർ ശീലിച്ചു. അവനെ വേറെ സ്ഥലത്ത് പഠിക്കാൻ വിട്ടു. അവനവിടെ പോയിട്ട് അസുഖമാണ്, അവന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? വീട്ടിൽ എന്നും സുഖകരമായ ഭക്ഷണം. ഇന്ന് നമുക്കറിയാം വീക്കെൻഡ് തുടങ്ങിയിരിക്കുക. വീക്കെൻഡ് നമുക്കറിയാം ഹോട്ടലുകളിലൊക്കെയും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത ദിവസം ഏതാണെന്ന് വെച്ചാൽ വെള്ളി, ശനി, ഞായർ. യൂറോപ്പ് രാജ്യത്തിലുണ്ടായ ഒരു പ്രവൃത്തിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ വീക്കെൻഡ് എന്ന് പറയും. വെള്ളി, ശനി, ഞായർ അവർ പുറമെ പോയി ഭക്ഷണം കഴിക്കുകയുള്ളൂ. കാരണം ഞാൻ 2011 എൻ്റെ വണ്ടി ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഒരു പയ്യൻ വന്ന് ഇടിച്ചു. 2011. എന്നാൽ ഞാൻ കാഞ്ഞിരപ്പുഴ ഭാഗത്തിരിക്കുന്നത്. രാത്രി ഒരു 9:30-10 മണി. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നവരെ വന്ന് ഇടിച്ച് അങ്ങോട്ട് വീഴാണ് 2 ബൈക്ക്. ഞാൻ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു. ഞാൻ ഉടുപ്പിലാണ്. എന്താടാന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല വെള്ളമാണ്, നല്ല വെള്ളത്തിലാണ്. അവർ പറഞ്ഞു ഇന്ന് വീക്കെൻഡാണെന്ന് അറിയില്ലെന്ന്. വണ്ടിയും മേടിച്ച് കഴിഞ്ഞാൽ വീക്കെൻഡാണെന്ന്. ഹല്ലേലൂയ. 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 അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവരെ അറിയുന്നത് എൻ്റെ സ്ഥാപനത്തിൽ പണിയാൻ വരുന്ന പയ്യൻ്റെ അനിയനും കൂട്ടുകാരാണ്. ഇന്ന് കേരളത്തിൽ അത് തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ പോയി നമുക്കറിയാം ആ വീക്കെൻഡൊക്കെ ആഘോഷിച്ച് അവരുടെ കുടുംബങ്ങളിൽ മക്കളില്ലാതായി. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മീയ മേഖലകൾ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാൻ വരുന്നത് പരിശുദ്ധ ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഡെലിവറൻസ് വേണോ, നിങ്ങൾക്ക് സൗഖ്യം വേണം, നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുന്ന് പ്രാർത്ഥിക്കണം. മാർപ്പാപ്പ പറയണം മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധത്തിൻ്റെ തലമാണ്. പിശാചിനോടുള്ള യുദ്ധമാണ്. അത് ലോകത്തിലും ശരീരത്തിനും ഉപരിയാണ്
എന്നാൽ ലോകത്തിലും ശരീരത്തിലും വ്യാപിക്കുവാൻ മാത്രം ശക്തവുമാണ്. ഈ മൂന്നാമത്തെ തലത്തിൽ യുദ്ധം മാനുഷ്യ ശക്തി കൊണ്ടും പ്രയത്നം കൊണ്ടും മാത്രം ചെയ്യാവുന്ന ഒന്നല്ല. അവിടെ യുദ്ധം ചെയ്യുന്നതും വിജയിക്കുന്നതും ഈശോയാണ്. അതുകൊണ്ട് ഡെലിവറൻസ് മേടിക്കാൻ വരുന്ന, ഡെലിവറൻസ് സൗഖ്യപ്പെടാൻ പറ്റുന്ന വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുടുംബത്തിൽ രോഗങ്ങൾ പെരുകുകയാണെങ്കിൽ, കുടുംബത്തിൽ ഭിന്നത വരികയാണെങ്കിൽ, കുടുംബത്തിൽ അന്ധകാര ശക്തി വരികയാണെങ്കിൽ അവൻ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാണ്. 119 സങ്കീർത്തനത്തിൽ 70 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അവരുടെ ഹൃദയം മരവിച്ചു പോയി, എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വായിക്കാൻ പറ്റുമോ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഉപകാരമായി. എന്തിനാണ്? തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിക്കുന്നു. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്നും പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി. അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. ഹല്ലേലൂയ. എന്താ എൻ്റെ ഈ അവസ്ഥ എനിക്ക് നല്ലതാ കർത്താവ്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. ഹല്ലേലൂയ. ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്ന മേഖല നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യേണ്ട മേഖല ചെയ്യാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ടാണ്. കൂദാശികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. വെള്ളിയാഴ്ച മാംസം വർജിക്കുക. കാരണം ഇപ്പം മാംസം വർജിക്കുക അച്ഛന്മാർക്ക് ഇത് പറയാൻ പേടിയാ. അച്ഛന്മാർക്ക് ത്രിവിധ ദൗത്യമുണ്ട്. എന്താണെന്ന് അറിയുമോ? കൂദാശകൾ പരികർമ്മം ചെയ്യുക, രണ്ടാമത് പഠിപ്പിക്കുക, മൂന്നാമത് നയിക്കുക. പഠിപ്പിക്കുക അത്ര എളുപ്പമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളിയാഴ്ച മാംസം വർജിക്കണം, അല്ലെങ്കിൽ ദൈവകൽപ്പന പാലിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും പറ്റില്ല അച്ഛൻ. നമുക്ക് ദൈവകൽപ്പന പാലിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ കുടിചൊല്ലും. ദൈവ പ്രമാണങ്ങൾ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ ഇപ്രകാരം പറയാം, 1860 CCC പറയാം, ദൈവകൽപ്പനയുടെ ഗൗരവമായ ലംഘനമാകാൻ അതുവഴി മനുഷ്യഹൃദയങ്ങളിലെ സ്നേഹം നശിക്കുന്നു. ദൈവകൽപ്പനകൾ ലംഘിക്കുന്നത് കൊണ്ട് ദൈവകൽപ്പനയുടെ ഗൗരവമായ ലംഘനം വഴി മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നശിക്കുകയും അവൻ്റെ പരമലക്ഷ്യമായ ദൈവത്തിൽ നിന്ന് അവൻ അകലുകയും ചെയ്യുന്നു. ദുഷ്ടത നിമിത്തം തിന്മയുടെ മനഃപൂർവമായ തെരഞ്ഞെടുപ്പിലൂടെ ചെയ്യുന്ന പാപമാണ് ദൈവകൽപ്പന. വീണ്ടും പറയും, മാരകമായ പാപത്തിൻ്റെ അത്യന്ത ഫലമെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുകയും വിശുദ്ധിയും കൃപയും നിഷേധിക്കപ്പെടുകയും ചെയ്യും. വീണ്ടും പറയാം, അനുതാപത്തിലൂടെയും പാപമോചനത്തിലൂടെയും അതിനെ വീണ്ടെടുത്തില്ലെങ്കിൽ നരകത്തിന് അർഹനായിത്തീരും. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമ്മൾ മാപ്പ് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം പറയാം, ലോകത്തോട് നമ്മൾ വിടുതൽ പ്രാപിക്കണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിൽ പാപം കടന്നു വരുന്നത്. പഞ്ചേന്ദ്രികൾ ലോകത്തിലെ വസ്തുക്കളെ ആകർഷിക്കുക. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ് എല്ലാം ആകർഷിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെ വിശുദ്ധീകരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന ലൈംഗിക വൈകൃതങ്ങൾ പാപമാണെന്ന് കോടതി പോലും വിധിച്ചിട്ടുണ്ട്. കോടതി പോലും. കാരണം എന്താ? ഓരോ അവയവത്തിനും അതിൻ്റേതായ ധർമ്മമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഓരോ അവയവത്തിനും അതിൻ്റേതായ ധർമ്മമാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലാണെങ്കിലും ഓരോ അവയവത്തിനും ഓരോ ധർമ്മമാണുള്ളത്. ആ ധർമ്മം വിട്ട് ചെയ്താൽ പരിശുദ്ധാത്മാവിനെ. അതാണ് റോമാക്കാർക്ക് ലേഖനം 8:10 പറയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരത്തെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലവർക്ക് ഇത് പറയുമ്പോൾ ഇഷ്ടപ്പെടാറില്ല. അച്ഛാ, ദാമ്പത്തിക മേഖലയിൽ കയറി ഇടപെടരുത്. ഹല്ലേലൂയ. ദാമ്പത്തിക മേഖലയുടെ ബലിവേദി ഏതാണ്? കിടപ്പ് മുറിയാണ്. ബലിവേദി എന്ന് പറയുന്ന കിടപ്പ് മുറിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തോബിയാസും സാറായും ചെന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നത്. പ്രാർത്ഥനയോട്. ഹല്ലേലൂയ. അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.
സാറായിലുണ്ട തിന്മ വിട്ടുപോകാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്ത എന്ത് ചെയ്തു? ചങ്ക് കരലിലെടുത്ത് കത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ആ സാത്താൻ അവരിൽ നിന്നും വിട്ടുപോയി. സാത്താൻ അവർ കുടുംബത്തിൽ നിന്നും വിട്ടുപോയി. അവരുടെ കുടുംബജീവിതം തുടങ്ങിയത് അവർ തോബിയാസ് പറയുന്ന മാളെ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കുന്നത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് പറയുന്നത്. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ഹല്ലേലൂയ, പൂർവ്വ പിതാക്കന്മാരെ വിളിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. ഹല്ലേലൂയ, അവരുടെ കുടുംബ ബന്ധങ്ങൾ തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് നമുക്ക് കരങ്ങളൊന്ന് ഉയർത്താം. കർത്താവേ, കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്താം. ദൈവ കൽപ്പനകൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ പ്രമാണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച മാംസം വർജിക്കാതിരുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ദിവസം ആചരിക്കാതെ ഞായറാഴ്ച ദിവസങ്ങളിലും കടന്നുമുള്ള ദിവസങ്ങളിലും പരിശുദ്ധമായിട്ട് ആചരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല. അവൻ ലംഘിക്കുന്നത് കൊണ്ട് പിശാച് അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പിശാച് ഇല്ലാതാക്കി, ലോക വസ്തുക്കൾ, ലോകത്തിന്റെ തിന്മകൾ ഇല്ലാതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചു വരുന്നത് നമ്മൾ അനുദപിച്ച് കുമ്പസാരിച്ച് കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഉയർത്തട്ടെ. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തെ ഉപേക്ഷിക്കാൻ, ലോക വസ്തുക്കളോടുള്ള ഉപേക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശരീരത്തെ നിയന്ത്രിക്കാൻ, കർത്താവേ, എൻ്റെ ശരീരത്തെ അമിതമായിട്ടുള്ള സന്തോഷങ്ങൾ ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. അമിതമായ ഭോജനം ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. അമിതമായ സംഭാഷണം ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. അല്ലെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മയുടെ ശക്തികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ, ആ തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീ